നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു ടി ടോക്ക്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലേ നമുക്ക് സമാധാനമുള്ളൂ അല്ലേ? എന്നാൽ ഇത്തവണത്തെ പ്രശ്നം ഗർഭവുമായി ബന്ധപ്പെട്ടതാണ്. അതെ, നമ്മുടെ അഖിൽ മാരാരുടെ ആ പ്രശസ്തമായ പ്രസവ പ്രസംഗം. പണ്ട് സ്ത്രീകൾ അരിയിടിക്കുന്നതിനേക്കാൾ ഈസിയായി പ്രസവിച്ചിരുന്നു അത്രേ. ആശുപത്രികളാണ് ഇതെല്ലാം വഷളാക്കിയത് പോലും. അഖിലിന്റെ മറ്റൊരു വാദമാണ് പ്രസവം എന്നത് ഒരു ആഘോഷം പോലെ എൻജോയ് ചെയ്യേണ്ടതാണത്രേ. ഡോക്ടർമാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും കാലം മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചത് വെറുതെ ആയില്ലേ? താൻ അമേരിക്കൻ മരുന്ന് റിസർച്ച് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അഖിൽ മാരാർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടാണോ മാരാറെ ഇമ്മാതിരി തള്ളുന്നത്? വർഷങ്ങളായി MBBS-ഉം PG-യും കഴിഞ്ഞ് കഷ്ടപ്പെടുന്ന ഡോക്ടർമാരോട് നമുക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ എന്തിനാ പഠിക്കാൻ പോയത്? അഖിൽ മാരാരുടെ ലൈവ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഈ പണി എളുപ്പത്തിൽ പഠിക്കാമായിരുന്നല്ലോ. അവസാനം അഖിൽ മാരാർ പറഞ്ഞത് എന്റെ വാക്കുകൾ വളച്ചൊടിച്ചു, ഞാൻ ഫെമിനിസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെയാണ്. ഇവിടെ ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിമർശനങ്ങൾ ഇദ്ദേഹത്തിന് നേരെയല്ല, മറിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കെതിരെയാണ്. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളില്ലേ? ഒരാൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ഒരു പൊതുസ്ഥലത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരെയെങ്കിലും വ്രണപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ വിഷയം ചൂടേറി നിൽക്കുകയാണ്. അഖിൽ മാരാർ അടുത്തതായി എന്തിനെക്കുറിച്ചായിരിക്കും പ്രസംഗിക്കുക? ബഹിരാകാശത്ത് പോകാതെ തന്നെ ആകാശത്ത് നക്ഷത്രങ്ങൾ എങ്ങനെ എണ്ണാമെന്നാകുമോ? അതോ വിമാനത്തിൽ ഇന്ധനം തീർന്നാൽ എങ്ങനെ പേപ്പർ വിമാനം ഉണ്ടാക്കി പറക്കാം എന്നതായിരിക്കുമോ? കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അഖിൽ മാരാരുടെ ഈ പ്രസവ തിയറി ശരിയാണോ അതോ വെറും തള്ളാണോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.